നമ്മുടെ സംസ്ഥാനത്തെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അരങ്ങേറിയ കുറ്റകൃത്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അവധി ദിവസമാണ്, ശനിയാഴ്ചയാണ്. കൂടുതൽ ആളുകൾ ഇത് കാണണം, അത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ വിഷയം നമ്മൾ എടുത്തതും. സംസ്ഥാനത്തെ കുറ്റകൃത്യങ്ങളിൽ വലിയ വർധനവാണ് അടുത്തിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കോവിഡിന് ശേഷമാണ് ഈ കുറ്റകൃത്യങ്ങളിൽ വർധനവുണ്ടാകാൻ തുടങ്ങിയതെന്നാണ് ഞങ്ങളുടെ ഡാറ്റാ സെന്ററിന് വിശദമായി പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ കണക്കിലേക്ക് നമ്മളൊന്ന് കടക്കുകയാണ്. കോവിഡിന് മുൻപ്, അതായത് 2019 അവസാനമാണല്ലോ കോവിഡ് നാട്ടിലേക്ക് എത്തുന്നത്. കോവിഡിന് മുൻപ് 2019 എത്ര കുറ്റകൃത്യങ്ങൾ രജിസ്റ്റർ ചെയ്തു എന്ന് നമുക്ക് നോക്കാം. 4,53,083 കുറ്റകൃത്യങ്ങളാണ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ അതിനുശേഷം കുറ്റകൃത്യങ്ങളിൽ വരുന്ന വർധന നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. കോവിഡ് കാലം എന്ന് പറയുന്നത് 2020-21 ആ ഒരു ടൈം പീരീഡ് നോക്കൂ. ഇതിൽ കൃത്യമായി തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ 2020 5,54,724 2021 5,24,960. എന്നാൽ കോവിഡിന് ശേഷമുള്ള കാലം 2022-2024 ആ ടൈം പീരീഡ് കൂടി നമ്മൾ നോക്കണം. 2022 4,54,836 താഴുന്ന ഈ ക്രൈം നിരക്ക് അത് 2023 ആകുമ്പോൾ 5,84,373 ഉയരുന്നു. 2024 ആകുമ്പോൾ അത് 5,04,157 ആകുന്നുമുണ്ട്. എത്ര കൊലപാതകങ്ങൾ ഈ കാലഘട്ടത്തിൽ നടന്നു എന്നതുകൂടി നമ്മുടെ തൊട്ടടുത്തുള്ള സമയമാണിത്. 2019 മുതൽ 2024 വരെ എന്ന് പറയുമ്പോൾ കോവിഡിന് മുൻപ് 2019 323 കൊലപാതകങ്ങൾ, കോവിഡ് തുടങ്ങിയ 2020 306, 2021 337, കോവിഡിന് ശേഷം 2022 വീണ്ടും അത് 334, 2023 352 പോകുന്നു, 2024 335, 300 മുകളിലായി നിൽക്കുകയാണ് ആ കണക്ക് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഇത് കൊലപാതകങ്ങളുടെ കണക്കാണ്. കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നുവെന്ന് ചുരുക്കം. ഇനി കൊലപാതക ശ്രമങ്ങളും നടന്നു ധാരാളം. അതിൽ നിരവധി വാർത്തയാവുകയും ചെയ്തു. 2019 729, 2020 610, 2021 അതായത് കോവിഡ് രൂക്ഷമായി നിൽക്കുമ്പോൾ 600, 2022 ആകുമ്പോഴേക്കും പെട്ടെന്നുള്ള വർധന വീണ്ടും വരുന്നു, 700, 2023 991, 2024 1000 കടക്കുകയാണ്. 1101 കൊലപാതക ശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നു എന്നുള്ളത് ഞെട്ടിക്കേണ്ടതാണ്. ഇനി ലൈംഗിക അതിക്രമ കേസുകളിലേക്ക് വരാം. കോവിഡിന് മുൻപ് 2019 അത് 435 ആയിരുന്നെങ്കിൽ കോവിഡ് കാലത്ത് 442, 2021 504. പിന്നീട് അത് അങ്ങോട്ട് വർദ്ധിക്കുകയാണ്. 2022 572, 2023 678, 2024 695 നിൽക്കുകയാണ് ഈ കേസുകളുടെ എണ്ണം. ലൈംഗികാതിക്രമ കേസുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. കുടുംബത്തിലെ ക്രൂരത, ക്രൂവൽറ്റി ബൈ ഹസ്ബൻഡ് ഓർ റിലേറ്റീവ്സ്, അതാണ് നമ്മൾ കുടുംബത്തിലെ ക്രൂരത എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. കോവിഡിന് മുൻപ് 2019 ആ കണക്ക് 2,970 ആയിരുന്നെങ്കിൽ കോവിഡ് കാലത്ത് 2020 അതിൽ നേരിയ കുറവ് നമ്മൾ കാണുന്നുണ്ട്. കോവിഡ് കാലത്ത് 2020 മാത്രം എന്ന് പറയേണ്ടിയിരിക്കുന്നു 2,707 കേസുകളുടെ എണ്ണം. 2021 അത് 4,997 ഉയരുകയാണ് കോവിഡ് രൂക്ഷമായ ആ കാലയളവിൽ. അതിനുശേഷം വീണ്ടും വർധന കാണുന്നു. 2022 4,998, 2023 താഴേക്കിറങ്ങുകയാണ് 4,710, 2024 4,515. ഇത്രയും കുറ്റകൃത്യങ്ങൾ അത് കുടുംബത്തിൽ നടക്കുമ്പോൾ ഈ കുറ്റകൃത്യങ്ങളുടെയൊക്കെ പിന്നാമ്പുറം നമ്മളൊന്ന് ചികഞ്ഞു പോകുമ്പോൾ അവിടെ ഈ ഭൂരിഭാഗം കുറ്റകൃത്യങ്ങൾക്കും കാരണം ലഹരി ഉപയോഗമാണ്. അതാണ് ഈ കണക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ലഹരി ഉപയോഗത്തിനെതിരെ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കേണ്ടതുണ്ട് എന്നാണ് മുൻ SP സുഭാഷ് ബാബു പറയുന്നത്. കുടുംബങ്ങളിലെ മോശം അന്തരീക്ഷവും സുഖം തേടിയുള്ള യാത്രയും യുവാക്കളെ ലഹരിക്ക് അടിമകളാക്കുന്നതായും സുഭാഷ് ബാബു പറഞ്ഞു. ആ ഒരു ലെവലിലേക്ക് എത്തി സമൂഹം. അതിൽ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ അച്ചടക്കം എന്ന് പറയുന്ന അവസരത്തിൽ അത് കുട്ടികളുടെ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിന് മേൽ കൈകടത്തണം, അനാവശ്യമായ സമ്മർദ്ദങ്ങൾ വരും, അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഒരു മൂവ്മെൻ്റ് എന്ന് തന്നെ പറയാം നമുക്കതുണ്ട്. അപ്പം വീട്ടിൽ ഒതുങ്ങില്ല, വീട്ടിൽ അച്ചടക്കമില്ല. അത് കഴിഞ്ഞ് നാട്ടിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ പറയും കുട്ടികളാണ്, മറ്റേതാണ്. എന്ത് ക്രൂരത ചെയ്തു കഴിഞ്ഞാലും അവസാനം കുട്ടികളാണ് എന്നുള്ളൊരു പരിവേഷം നൽകുക. കുറ്റകൃത്യമായാൽ തന്നെയും കുറച്ച് കഴിയുമ്പം അവർക്ക് വേണ്ട എല്ലാ സംരക്ഷണവും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ബന്ധുക്കളോ അല്ലെങ്കിൽ ആ കുട്ടി ഉൾപ്പെടുന്ന പ്രസ്ഥാനങ്ങളോ സംഘടനകളോ ഒക്കെ അതിന് മുന്നിട്ടിറങ്ങുന്നു. അതിന് അനുകൂലമായ സാമൂഹ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്.